ബാലകൃഷ്ണൻ പരാതി അദ്ദേഹത്തിന് ഭയമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അന്വേഷണത്തെ നേരിടേണ്ടി വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വ്യാജമായ രേഖകളാണ് എന്നാണ്. ഇതിനാണ് അദ്ദേഹത്തിന് പേടിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഭയപ്പെട്ടുകൊണ്ടാണ് പ്രസ്താവന നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ അന്വേഷണം ഈ കാര്യത്തിൽ നടത്തുകയും അദ്ദേഹത്തിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം. അദ്ദേഹം മാത്രമല്ല, ഇതിൽ ആരൊക്കെ പങ്ക് പറ്റിയിട്ടുണ്ടോ അവരെല്ലാം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ IC ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹം ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ നൽകിയ സ്വത്തും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സ്വത്തും തമ്മിലുള്ള എത്രമാത്രം അന്തരമുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം ഒരുപാട് ആളുകൾ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പല സ്ഥലങ്ങളിൽ, പല സഹകരണ ബാങ്കുകളിൽ, UDF ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ട്. അത് NM വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ കത്തിൽ വളരെ കൃത്യമായി ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് KPCCക്ക് കൊടുത്ത കത്തും അദ്ദേഹം ഒരു ഉദ്യോഗാർത്ഥിയുടെ രക്ഷിതാവുമായി ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിലും രണ്ട് സ്ഥലത്തും IC ബാലകൃഷ്ണൻ്റെ പേരുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അന്വേഷണം കൃത്യമായി നടന്നാൽ അദ്ദേഹം തീർച്ചയായും ഇതിൽ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അന്വേഷണം കൃത്യമായി നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതോടൊപ്പം ഇത്ര സമയമായിട്ടും KPCC നേതൃത്വം ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം KPCC നേതൃത്വത്തിന് ഇത് ഉത്തരവാദിത്തമുണ്ട്. KPCCക്ക് ശ്രീമാൻ NM വിജയൻ കത്ത് നൽകിയതാണ്. ആ ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ രണ്ട് ജീവനുകൾ പൊലിയില്ലായിരുന്നു. അതുകൊണ്ട് KPCCക്കും ഈ മരണത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് അവരും ഇതിൽ മറുപടി പറയാൻ തയ്യാറാകണം. നാളിതുവരെ അവർ പ്രതികരിക്കാൻ, ഈ വിഷയം വന്ന് ഇത്ര ദിവസമായിട്ടും പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. വയനാട് ജില്ലയുടെ ഒരു സ്ഥിതി എന്ന് നിങ്ങൾക്കറിയുന്നതാണ്. കോൺഗ്രസിൻ്റെ സമുന്നതരായ ചില നേതാക്കന്മാർ ഇടത്തരം നേതാക്കന്മാരെയും പ്രവർത്തകരെയും ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ സമ്പത്തും അവരുടെ സ്വാധീനവും വർദ്ധിപ്പിക്കുന്നതാണ് കാണുന്നത്. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള തട്ടിപ്പിൽ ഒരു കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകൻ കൂടിയായ കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന് നമ്മൾ കണ്ടതാണ്. അന്ന് അതിൽ പ്രതി ചേർക്കപ്പെട്ടത്, അന്ന് അതേ സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികരിച്ചത് അവർക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ്. പക്ഷേ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇപ്പോഴും കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവ് സജീവൻ കൊല്ലപ്പള്ളി ഇപ്പോഴും ജയിലിലാണ് അതേ വിഷയത്തിൽ. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇത് നിരന്തരമായി വയനാട് ജില്ലയിൽ തുടരുകയാണ്. വളരെ ഗൗരവമായി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് KPCC നേതൃത്വം ഈ കാര്യത്തിൽ മറുപടി പറയാൻ തയ്യാറാകണം. രാജിവെച്ച അന്വേഷണം നേരിടാൻ വേണ്ടി IC ബാലകൃഷ്ണൻ തയ്യാറാകണം. തുടർ പ്രക്ഷോഭങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPIയും LDFൻ്റെയും നേതൃത്വത്തിൽ നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യമുണ്ടോ? അത് തീർച്ചയായും അന്വേഷണത്തിൻ്റെ ഭാഗമായി അതെല്ലാം വരും. അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് അത്തരം കാര്യത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കൈകടത്തുന്നില്ല. പോലീസാണ് അന്വേഷിക്കേണ്ടത്. പോലീസ് അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ അന്വേഷിക്കണം എന്ന ഒരു നിബന്ധന മുന്നോട്ട് വെക്കാൻ CPM തയ്യാറല്ല. പക്ഷേ വസ്തുതാപരമായി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പരിശോധന നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതറ്റം വരെയുള്ള അന്വേഷണം വേണോ അത് പോലീസാണ് തീരുമാനിക്കേണ്ടത്. അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.